പ്രിയമുള്ളവരെ, ഒരുപാട് സമർപ്പിതരുടെയും വൈദികരുടെയും ജീവിത സാക്ഷ്യങ്ങളും അവരുടെ കുടുംബങ്ങളുടെ അനുഭവങ്ങളും കേട്ടുകൊണ്ടുള്ള ഗ്രീൻ റൂമിൻ്റെ യാത്ര ഇന്ന് വന്ന് നിൽക്കുന്നത് ഭരണങ്ങാനത്തുള്ള MST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മിഷണറി സൊസൈറ്റി ഓഫ് സെയിൻറ്റ് തോമസ് സഹോദരങ്ങളുടെ ജനറലേറ്റിലാണ്. ഇന്നും നമ്മളോട് സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട് ഏതാനും അച്ഛന്മാരുണ്ട്, ഒപ്പം ഒരു കുടുംബമുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് അവരുടെ എല്ലാം വാക്കുകൾ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ ജനറലായിട്ട് ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അച്ഛന്മാരിലേക്ക് പോകാം. അച്ഛൻ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കണ്ടു. നല്ല ഗംഭീര സ്ഥലം, വെൽ മെയിൻറ്റെയിൻഡ്, അടിപൊളി എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് തന്നെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താവേ. ഞാൻ ജോസ് അയ്യങ്കനാൽ. എൻ്റെ വീട് തലശ്ശേരി അതിരൂപതയിൽ ലിസിഗിരി എന്ന് പറയുന്ന ഇടവകയാണ്. ചെമ്പേരിയുടെ അടുത്ത് മലബാറിലെ കുടിയേറ്റ മേഖലയിൽ പെടുന്നതാണ്. അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, 2 സഹോദരങ്ങളും ഒരു ചേച്ചിയും. അങ്ങനെ കൂടുന്ന 4 പേരാണ് ഉള്ളത്. ഞാൻ 2008 എൻ്റെ പട്ടം ഞാൻ സ്വീകരിച്ചത്. മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ്റ് തോമസ് മിഷണറി സമൂഹത്തിലൊരു അംഗമായിട്ട് ഞാൻ പുരോഹിതനായി മിഷണറി പ്രവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മനോഹരമായ ഈ സ്ഥലത്ത് ആയിരിക്കുന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം 1968 വരെ ഭാഗ്യംകുന്ന് എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു ഇത്. അതിനുശേഷം 1968 സെൻറ്റ് തോമസ് മിഷണറി സമൂഹം സ്ഥാപിതമായപ്പോൾ ഇത് ദീപ്തി മൗണ്ടായി. അച്ഛാ, ആ സഭയെ പറ്റി, അതായത് MST സമൂഹത്തെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം മിഷൻ കാരിസം എടുത്തിരിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ തിരുസഭയിൽ നിന്നുണ്ട്. അതിൻ്റെ അകത്ത് മിഷണറി സൊസൈറ്റി ഓഫ് സെയിൻറ്റ് തോമസ് അല്ലേ സാർ, ആ സമൂഹത്തിൻ്റെ പ്രത്യേകതയും അവരുടെ ഒരു കാരിസം ഒക്കെ ഒന്ന് പറയാമോ സാർ? ഓക്കെ, MST എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്. നമ്മളെപ്പോഴും കോൺഗ്രിഗേഷനെ പറ്റി കേട്ടിട്ടുണ്ട്. പല വ്യത്യസ്തമായ കോൺഗ്രിഗേഷനുണ്ട്. നമുക്ക് സീറോ മലബാർ സഭയിലുണ്ട്, ലത്തീൻ സഭയിലുണ്ട്. അപ്പം ഇത് വ്യത്യസ്തമാണ്. ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് സമൂഹം. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിതമാകുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷ പ്രഘോഷണം, നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി സ്ഥാപിതമായ ഒരു മിഷണറി സമൂഹമാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷ പ്രഘോഷണം, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല. ഞങ്ങളുടെ സെമിനാരികൾ അല്ലെങ്കിൽ ഇത് ജനറലേറ്റ്, ഇതൊക്കെ പ്രധാനമായിട്ടുള്ളതും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിലും അതോടൊപ്പം തന്നെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത മേഖലകളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തനമുള്ളത്. അപ്പം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ചെല്ലുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 4 റീജിയനുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 4 റീജിയനുണ്ട്. പറഞ്ഞാലേ ഈ 55 വർഷമേ ആയിട്ടുള്ളൂ ഈ സഭ സ്ഥാപിച്ചിട്ട്, അല്ലെങ്കിൽ ഈ സമൂഹം സ്ഥാപിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് 400ഓളം വൈദികർ. അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം മറ്റ് പല സമൂഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല ദൈവവിളികൾ. കാരണം ഈ ലക്ഷ്യം അത് വളരെ ആഗ്രഹിക്കുന്നതാണ് യേശുവിനെ അറിഞ്ഞ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ് പ്രേക്ഷിത പ്രവർത്തനം. അത് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പം മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് MST സമൂഹത്തിൽ ചേരുമ്പോഴത്തേക്ക് അതിനുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനുകളുണ്ട്, മേഖലകളുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി. അപ്പം അച്ഛന്മാർ മാത്രമല്ല, ഇപ്പോൾ അൽമായരും വരുന്നുണ്ട്. നമുക്ക് അൽമായരുടെ സമൂഹമുണ്ട്. ഇപ്പോൾ MSTയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അൽമായരുടെ സമൂഹമുണ്ട്. നമുക്ക് പ്രേക്ഷിത MST അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞുണ്ട്. അപ്പം MST സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമായ രീതിയിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് യേശുവിനെ എത്തിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. MST സമൂഹത്തിൻ്റെ ആ ഒരു കാരിസവും മിഷൻ തീക്ഷ്ണതയൊക്കെ അതേ സ്പിരിറ്റോട് കൂടി തന്നെ അച്ഛൻ നമ്മളോട് ഇപ്പോൾ പങ്കുവയ്ക്കേണ്ടേ. അച്ഛൻ്റെ ദൈവവിളിയെ പറ്റി ഞങ്ങളോടൊന്ന് പറയാമോ? പ്രത്യേകിച്ച് അച്ഛൻ MST സമൂഹത്തിലോട്ട് വന്നതൊക്കെ. ഞാൻ ഓൾറെഡി എൻ്റെ പേര് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ മലബാറിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. ചെമ്പേരി ആദ്യകാലത്തെ കുടിയേറ്റ മേഖലകൾ ഇന്നത്തെ പോലത്തെ സാഹചര്യമല്ല. അന്ന് വണ്ടികളില്ല. അപ്പോൾ എൻ്റെ ഇടവക ലിസിഗിരിയാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ സ്ഥിരമായിട്ട് അച്ഛനില്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ എൻ്റെ വെല്ലിച്ചാച്ചനും വെല്ലുമ്മച്ചി ഒരിക്കലും അവർ, പ്രത്യേകിച്ച് വെല്ലിച്ചാച്ചൻ കുർബാന മുടക്കുക, രാവിലെ ഏറ്റു പോകും. 4 കിലോമീറ്ററോളം പോകണം. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ച് പിടിച്ച് വെല്ലിച്ചാച്ചൻ മുമ്പിൽ പോകുന്നു. ഞങ്ങൾ കുഞ്ഞുമക്കൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേരും പുറകെ പോകുന്നു. നടന്ന് 4 കിലോമീറ്റർ നടന്ന് CSTക്കാരുടെ ആശ്രമമുണ്ട്.
അവിടെ പോയാണ് കുർബാന കൂടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം തിരിച്ച് വരുമ്പോൾ ചാച്ചന് ചായയൊക്കെ മേടിച്ച് തരും സാധാരണ. എന്നിട്ട് അതും കഴിച്ച് ഞങ്ങൾ തിരിച്ച് അതുപോലെ നടന്നു വരുന്നു. അപ്പം സ്കൂളില്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പള്ളിയിൽ പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആവേശമായിരുന്നു. കാരണം വലിയ രാവിലെ എഴുന്നേൽപ്പിക്കും ഞങ്ങളെ 6 മണിയാകുമ്പോൾ അവിടെ ചെന്ന് കുർബാന കൂടും, തിരിച്ച് വരുന്നു, ഒരു കാപ്പിയെ കുടിച്ച് തിരിച്ച് വരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ പോകുന്ന വഴിക്ക് CST കാര്യങ്ങളൊക്കെ കേൾക്കും. ചാച്ചനിങ്ങനെ അച്ഛന്മാരുടെ കാര്യങ്ങൾ പറയും, നമുക്ക് അച്ഛനില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അച്ഛന്മാർ തീർത്തും ഇല്ല എന്നൊക്കെ പറയും. ആ ചരിത്രം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അച്ഛനാകാനുള്ള ഒരു ആഗ്രഹം. രണ്ടാമത് പിന്നെ എൻ്റെ തന്നെ അപ്പച്ചൻ്റെ അനിയൻ ഒരാൾ ജെസ്യൂട്ടിൽ അച്ഛനാണ്, അപ്പച്ചൻ്റെ പെങ്ങൾ മൂത്തയാൾ സിസ്റ്ററാണ്, അമ്മച്ചിയുടെ ആങ്ങളെ ഒരാൾ അച്ഛനാണ്, അമ്മച്ചിയുടെ അനിയത്തിമാർ 2 പേര് സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ കൂടുമ്പോൾ തന്നെ ഒരു വലിയ ഒരു അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആരെല്ലാം മരിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കും, അച്ഛന്മാർ സിസ്റ്റേഴ്സ്. അപ്പം നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ലോഹയൊക്കെ ഇട്ട് കയറണമെന്നൊരു ആഗ്രഹം. കാരണം വലിയ ഫ്രെയിം നിറച്ച് അച്ഛന്മാർ സിസ്റ്റേഴ്സ്, ആൻറ്റിമാരും പാപ്പന്മാരും അങ്കിളുമാരോട് ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ആവേശമാണ്, എനിക്ക് അവിടെ നിൽക്കണം. അങ്ങനെ ചെറിയ ആഗ്രഹങ്ങൾ തുടങ്ങി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഇടവകയിലേക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ രൂപതയിൽ നിന്ന് അച്ഛന്മാർ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ കൂടിയാണ് വണ്ടിക്ക് അച്ഛൻ വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ വിശേഷാവസരങ്ങളിൽ. അപ്പോൾ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളെല്ലാം വണ്ടിയെ കയറ്റും. അപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ട്. അച്ഛൻ്റെ അടുത്ത് വണ്ടിയെ കയറി ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അച്ഛനിങ്ങനെ പല കഥകളും, സുവിശേഷത്തിലെ കഥകൾ, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഈ എൻ്റെ ആൻറ്റിമാർ അങ്കിളുമാരെന്നൊക്കെ അവർ അവധിക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരുടെ അമ്മ വീട്ടിൽ ഒന്നിച്ചു കൂടും. ഇവർ പോകുന്നതിനും എല്ലാവരും ഒന്നിച്ചു കൂടും. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയും. അല്ല എൻ്റെ അപ്പച്ചൻ്റെ അനിയെന്ന് പറഞ്ഞാൽ ജെസ്യൂട്ടിലാണ്. അപ്പോൾ അച്ഛൻ്റെ ആ തീഷ്ണതയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പൻ അച്ഛൻ്റെ തീഷ്ണത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്നത്തെ കാലത്തെ അവസ്ഥ തീർത്തും പാവപ്പെട്ടവരാണ്. അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, അതിനെ നേരിടാൻ വേണ്ടി കായികമായിട്ടും ശാരീരികമായിട്ടും ആധ്യാത്മികമായിട്ടൊക്കെ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരാട്ട പഠിക്കാൻ പോകുന്നു. അതിൻ്റെ കഥ പറയുന്നു. അപ്പോൾ കരാട്ടയൊക്കെ പഠിച്ച് വില്ലേജുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കൊരു ആവേശം, ഒരു മിഷണറി ആകണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MST പറ്റി അറിയുന്നതും മിഷണറി സമൂഹമാണെന്നും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സമൂഹമാണെന്നും എൻ്റെ തന്നെ അച്ഛന് ബെന്നി കുളിരാനികൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിലാണ്. അപ്പം അച്ഛനിങ്ങനെ വന്ന് പറയുന്ന കഥകളൊക്കെ കേട്ടതിന് ശേഷം എനിക്കെന്നാൽ മിഷണറി ആകണമെന്നും ഈ MSTയിൽ തന്നെ ചേരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ MST സമൂഹത്തിലോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ പറയാലോ, എൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അമ്മച്ചി എന്നുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ബുധനാഴ്ചകളിൽ. ഞങ്ങളുടെയൊക്കെ ആ മലബാറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസങ്ങളിൽ AFC പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി വെച്ചേക്കുന്ന ദിവസമാണ്. അന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വലിയച്ചാച്ചൻ അങ്ങനെയാണ്, ബുധനാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട്, AFC പിതാവിനുള്ള പ്രാർത്ഥന കുരിശുവരയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജോസഫാണ്. അപ്പോൾ ഞാൻ സെമിനാരിൽ ചേർന്ന കാലഘട്ടം മുതൽ അമ്മച്ചി ബുധനാഴ്ച ദിവസങ്ങൾ ഉപവസിക്കും, പ്രാർത്ഥിക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മച്ചി ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പട്ടം കെട്ടിയ സമയത്ത് ഞാൻ ചോദിക്കും, ഇനി ഉപവാസം നിർത്തിക്കൂടെ, കാരണം ആരോഗ്യമൊക്കെ മോശമാണ്. എന്നാലും പറഞ്ഞില്ല, ഇനിയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അച്ഛനായ ശേഷം അച്ഛനാകുന്നത് വരെ ഓക്കെ, നീ പോയി തിരിച്ചു വന്നാലും ഞാൻ കുഴപ്പമില്ല. ഇനി അച്ഛനായിട്ട് ജീവിക്കുമ്പോൾ അച്ഛനായിട്ട് തന്നെ ജീവിക്കണം, ഇനിയാണ് കൂടുതൽ പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മച്ചി. ഇതൊക്കെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തീക്ഷ്ണത ജ്വാല കെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഒറീസയിലായിരുന്നു. കണ്ടമാല കലാപമൊക്കെ ഉണ്ടായി, അവരുടെ ഇടയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അവിടെയായിരുന്നു. മിഷൻ തുടങ്ങാനും വേണ്ടി MST സമൂഹം എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അവിടെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഒന്നുമില്ലാത്തവർ. അപ്പം നമുക്ക് ആ മലബാറിലെ ആദ്യകാലത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട്, ആ കഷ്ടപ്പാടുകൾ അറിയാവുന്നതുകൊണ്ട് നമുക്കതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാനും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ സമൂഹത്തിന് മുൻനിരയിലോട്ട് കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അപ്പോൾ ഈ കാരണന്മാർ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അന്ന് കാണിച്ചു തന്ന മാതൃക, വെളിച്ചാഞ്ഞനിക്ക് തന്ന മാതൃക, ഇന്ന് അവരുടെ പ്രാർത്ഥന, ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും ആ പ്രേക്ഷിത തീക്ഷ്ണതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വികാരിച്ചനായിരുന്ന മാത്യു കായമാക്കലച്ഛൻ അന്ന് ആ വണ്ടിക്ക് കൊണ്ടുപോയി സുവിശേഷ കഥകൾ പറഞ്ഞു തരുന്ന അച്ഛന്, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാർ, പാപ്പന്മാർ, അങ്കിളുമാർ, അച്ഛന്മാർ, സിസ്റ്റേഴ്സ് ആയിരുന്നവർ, അവർ അവധിക്ക് വരുമ്പോൾ പറയുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയാണ് എന്നെ ഇന്നും ഒരു നല്ലൊരു മിഷണറിയായി ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും ചെയ്യുന്നു. ഒരുപാട് നന്ദിയുണ്ട് അച്ഛൻ്റെ ഈ മിഷൻ ഈ തീഷ്ണത കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും അനുഭവവും പ്രചോദനമാകാൻ വേണ്ടി മാത്രം അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണം സഭ, ഞാൻ പറഞ്ഞില്ല, പ്രേക്ഷിത പ്രവർത്തനം നടത്താത്ത സഭ മരിച്ചു എന്നാണ് പറയുന്നത്. സഭ പഠിപ്പിക്കുന്നത് നമ്മളെങ്ങനെയാണ്. അപ്പം നമുക്ക് സഭയ്ക്ക് ഇന്ന് ആവശ്യം പ്രേക്ഷിത പ്രവർത്തനമാണ്. കൂടുതൽ മേഖലയിലേക്ക് പോവുക, കൂടുതൽ ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ജീവിതവും നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയൊക്കെ ആൾക്കാർക്ക് പ്രചോദനമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുഭവമായി മാറട്ടെ, പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് MST സമൂഹത്തിലെ ഒരംഗമായ ജോബിനച്ഛനാണ്. ജോബിനച്ഛൻ്റെ കൂടെ അമ്മയുണ്ട്, അനിയനുണ്ട്. ഇവർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മളോട് സംസാരിക്കാനായിട്ടൊന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജോബിനച്ഛനോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ജോബിനച്ഛ, ആദ്യം തന്നെ ജോബിനച്ഛൻ്റെ വീട്ടുകാരെ പറ്റിയും ജോബിനച്ഛനെ പറ്റിയും ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോബിൻ, വീട്ടുപേര് മടിക്കാങ്കൽ. ഞങ്ങൾ വരുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മിയുടെ പേര് ലിസി. ഇതെൻ്റെ അനിയൻ്റെ പേര് ജോസുകുട്ടി. ഞങ്ങളുടെ വീട്ടുപേര് മടിക്കാങ്കൽ എന്നാണ്. പിന്നെ എൻ്റെ പപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല. പപ്പ ഇപ്പം US-ലാണ്, അവിടെ വർക്ക് ചെയ്യുന്നു. അച്ഛൻ എത്ര വർഷമായി അച്ഛനായിട്ട്? ഞാൻ അച്ഛനായിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇപ്പം 4ാം വർഷത്തിലാണ്. എൻ്റെ ഓർഡിനേഷൻ 2020 ജനുവരി 2-ാം തീയതി കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയിൽ വെച്ചായിരുന്നു. ഞാൻ റീജൻസി ചെയ്യുമ്പോഴാണ് ഞങ്ങൾ സ്ഥലം മാറി കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിലോട്ട് വരുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഹൈ റേഞ്ചിൻ്റെ കവാടമായ മുണ്ടക്കയൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാനം അടുത്ത് അമലഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചെറിയൊരു ഗ്രാമം. അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ റീജൻസി ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അമരിയിൽ നിന്ന് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിലോട്ട് വരുന്നത്. അപ്പോൾ അച്ഛനെ തീർച്ചയായിട്ടും ഈ സഭയിലായിട്ട് ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിഷൻ സ്പിരിറ്റ് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ദൈവവിളി അനുഭവം നിങ്ങളോട് പറയാമോ? എൻ്റെ ദൈവവിളി എനിക്ക് നൽകിയതും എൻ്റെ ദൈവവിളി ഒത്തിരി പ്രോത്സാഹിപ്പിച്ചതും അമലീരി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ നിന്നാണ് എനിക്ക് ദൈവവിളി കിട്ടുന്നത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി, ഇടവകയാകുന്ന ഒരു കുടുംബം, പ്രത്യേകിച്ച് എൻ്റെ മമ്മിയുടെ അമ്മ, ഗ്രാൻഡ് മദർ, പപ്പായുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, മമ്മിയുടെ ചാച്ചന് മമ്മി ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ ചാച്ചൻ മരിച്ചുപോയി. ഇവരുടെ എല്ലാം ജീവിതം കണ്ടാണ് ഞാൻ ഇങ്ങനെ ജെന്യുവൻലി പറയുകയാണെങ്കിൽ എൻ്റെ ദൈവവിളി എന്നിൽ പൊട്ടിമുളയ്ക്കുന്നത്. കാരണം ഇവരുടെ ജീവിതം, ഇവരുടെ പ്രാർത്ഥനാ ചൈതന്യം, അച്ഛന്മാരോടുള്ള സ്നേഹം, സിസ്റ്റേഴ്സിനോടുള്ള അവരുടെ ആഭിമുഖ്യം, ഇവയെല്ലാമാണ് എൻ്റെ ദൈവവിളിയുടെ കാരണമായ ഘടകങ്ങൾ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവരെല്ലാവരും ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയതായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലെന്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും പറമ്പിൽ എന്ത് പണിയുണ്ടെന്ന് പറഞ്ഞാലും വിശുദ്ധ കുർബാന മുടക്കിയിട്ട് വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായൊരു ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. LP സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛന് ഉച്ചയ്ക്ക് മഠത്തിൽ നിന്ന് ചോറ് കൊടുത്തത് ഞാനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, നീ ഇന്ന് എന്താ കഴിച്ചു വെച്ചു? ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ LP സ്കൂളിലൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പള്ളിമുറിയിലോട്ടൊക്കെ വരുമ്പോൾ അച്ഛൻ പറയാം, വാ എൻ്റെ കൂടി ഇരിക്കും, നമുക്ക് എൻ്റെ പകുതി നീ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ തരുമായിരുന്നു. അപ്പോൾ അച്ഛന്മാരോടുള്ള സ്നേഹം അപ്പോഴേ എനിക്കിങ്ങനെ അച്ഛന്മാരുടെ ആ വാത്സല്യവും ആ സ്നേഹവും, പിന്നെ എന്നെ പഠിപ്പിച്ചതും കൂടുതലും സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പം സിസ്റ്റേഴ്സൊക്കെ വഴിയും അവരുടെ ആ ജീവിത രീതിയൊക്കെ കണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനാകണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെയുള്ളവരെല്ലാം പറയും, ജോബിൻ അച്ഛനാകണം കേട്ടോ. അന്നൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ജോബിൻ അച്ഛനാകണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ അച്ഛൻ്റെ പേര് ഫാദർ ജോർജ് കീരഞ്ചിറയിൽ നിന്നാണ്. അച്ഛന് ഈ MST സമൂഹത്തിലെ അംഗമാണ്. അപ്പം അച്ഛൻ വഴിയാണ് ഞാൻ ഈ MST സമൂഹത്തിലോട്ട് വരുന്നത്. പിന്നെ അന്ന് മുണ്ടക്കയത്തെ കൊച്ചച്ഛനായിരുന്ന ഐവാനച്ഛൻ, ഇന്ന് ഇവിടുത്തെ കൗൺസിലർ അച്ഛനാണ്. അച്ഛനൊക്കെ വഴിയാണ് ഈ MST സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ സമൂഹത്തിലോട്ട് വരുവാനും കാരണമായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും പ്രാർത്ഥനാ ജീവിതം, അവർ വിശുദ്ധ കുർബാന മുടക്കിയിട്ട് ഒരു പരിപാടിയിൽ വിശുദ്ധ കുർബാന അധിഷ്ഠിതമായൊരു ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ കുടുംബം മുഴുവനായിട്ടും വിശുദ്ധ കുർബാനയുടെ ഒരു അച്ചുതണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഏത് മേഖലയിലൊക്കെ ആയിട്ടാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ പട്ടം 2020 ജനുവരി 2-ാം തീയതി ആയിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് സാഗർ രൂപതയിലാണ്, മധ്യപ്രദേശിലുള്ള സാഗർ രൂപതയിലാണ്. അവിടെയാണ് ഞാൻ ആദ്യത്തെ എൻ്റെ 2 വർഷം വർക്ക് ചെയ്തത്. എൻ്റെ മിഷനറി പ്രവർത്തനം അവിടെ നിന്നാണ് തുടങ്ങുന്നത്, വൈദികനായതിനു ശേഷമുള്ള. അവിടെ ഞാനൊരു ചെറിയൊരു പള്ളിയും
ചെറിയൊരു സ്കൂളൊക്കെ ആയിട്ട് ഒരു വില്ലേജിലൊരു സ്കൂളിലൊക്കെ ആയിരുന്നു. അവിടെ സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എനിക്ക് 2 വർഷത്തെ സാഗരയിലെ സേവനത്തിന് ശേഷം ഞാൻ ഡൽഹിയിലോട്ട് പോവാണ്. ഡൽഹി ഞങ്ങൾക്ക് പുതിയൊരു റീജിയൻ ഉണ്ട്, MSTയുടെ തന്നെ. അവിടെ ഞങ്ങൾക്ക് സോഷ്യൽ വർക്ക് സെൻറ്ററിലായിരുന്നു ഞാൻ പോയത്. ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് കേൾക്കുമ്പം പെട്ടെന്ന് ഓർക്കും എല്ലാം അമ്പരച്ചുംബികളായ വലിയ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഡൽഹിയുടെ ഒരു ഭാഗത്ത് ഡൽഹിയിൽ നിന്നുള്ള ഈ വേസ്റ്റ്, ഈ മാലിന്യങ്ങൾ, ഈ ഇൻഡസ്ട്രിയലായിട്ടുള്ളത് അല്ലെങ്കിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം ഡംപ് ചെയ്യുന്ന ഒരു ഡംപ് യാർഡുണ്ട്. ഒരു വലിയൊരു വേസ്റ്റ് മല, ഏകദേശം 45 ഏക്കറോളം ഇങ്ങനെ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു വേസ്റ്റ് മലയാണ്. അവിടെ ഒത്തിരി പേരിങ്ങനെ വേസ്റ്റ് പേരൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ട്, ഫാമിലീസുണ്ട്. അപ്പം അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അപ്പം അങ്ങനെ ആ വേസ്റ്റ് പിറക്കി ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ അവർക്ക് നോൺ ഫോർമലായിട്ട് ഇങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഞങ്ങളുടെ ചെറിയൊരു സ്ഥാപനമുണ്ട്. ഏകദേശം 500ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മളവരെ പഠിപ്പിച്ച് ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മളവരെ ഗവൺമെൻറ് സ്കൂളുകളിൽ എൻറോൾ ചെയ്യിക്കും. അല്ലെങ്കിൽ ഇപ്പം നല്ലപോലെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ CBSE സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കും. പിന്നെ അവിടെ നിന്നുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ സോഷ്യൽ വർക്കിലായിരുന്നു 1 വർഷം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഓർക്കും ഡൽഹിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾ തന്നെ ഇപ്പം മനസ്സിലോട്ട് വരുന്ന വേറൊരു ചിത്രമാണല്ലോ. പക്ഷെ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഈ മാലിന്യ മലയിൽ പോകുവാനും അവിടെ ഇങ്ങനെ വേസ്റ്റൊക്കെ പിറക്കി ജീവിക്കുന്ന കുഞ്ഞു കുട്ടികളെ, അവർ ഒന്നുമില്ലാത്തവരാണ്, അവരിങ്ങനെ വേസ്റ്റ് പിറക്കി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ്. അപ്പം അവരുടെ സ്ലമ്മിലൊക്കെ പോകുവാനും 1 വർഷം പൂർണ്ണമായിട്ട് അവരുടെ കൂടെ ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പോൾ പോകും, വൈകുന്നേരം 6-7 മണി വരെ അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇതായിരുന്നു 1 വർഷം. അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവിടെ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുവാനും അവരോടുകൂടെ ആയിരിക്കുവാനും എനിക്കൊരു അവസരം കിട്ടിയതിന്. അച്ഛൻ്റെ വാക്കുകളിലുണ്ട് ആ ഒരു തീക്ഷ്ണത. കാര്യം മിഷൻ പ്രവർത്തനം ചിലർക്കൊക്കെ ഒരു മടുപ്പ് തോന്നാം, പക്ഷേ അച്ഛനിൽ ആ തീക്ഷ്ണതയും ആ ഒരു എന്താ പറയുക എനർജിയും കാണുന്നുണ്ട് വാക്കുകളിൽ. അപ്പോൾ അമ്മയോട് ചോദിക്കുക, ചെറുപ്പത്തിലും ഇതേ തീക്ഷ്ണതയായിരുന്നോ? ഒരു അച്ഛനാവാനുള്ള ആഗ്രഹമൊക്കെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ? ഇങ്ങനെ സ്കൂളിലൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, അച്ഛൻ മഠത്തിൽ നിന്ന് ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് സ്കൂൾ വിടുമ്പോൾ ഇങ്ങനെ മണി അടിക്കുന്നത് നോക്കിയിരിക്കും, ഓടാൻ അച്ഛന് ചോറ് കൊണ്ട് കൊടുക്കുക. അതേ തീക്ഷ്ണതയാണ് ഇപ്പോഴും. അമ്മ ഈ അച്ഛനാവണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു അമ്മയ്ക്ക് തോന്നിയത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സെമിനാരിൽ പോകണമെന്ന് വന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞില്ല, മനസ്സിൽ പറഞ്ഞു. ഒരു പക്വതയൊക്കെ ആയിട്ട് തിരിച്ചറിവായിട്ട് പോയാൽ മതിയല്ലോ. എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തു. എങ്കിലും ഞാൻ തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അന്ന്. ഇനി നമുക്ക് ജോസൂട്ടി ചേട്ടൻ്റെ അടുത്തേക്ക് വരാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു ക്രൈം പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചേട്ടൻ സെമിനാരിൽ പോയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ സെമിനാരിൽ പോകുന്നത്, 2008. അപ്പോൾ ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. അപ്പം എനിക്ക് എപ്പോഴും ഒരു കൂട്ട് അല്ലെങ്കിൽ ഒന്ന് വഴക്കുണ്ടാക്കാനൊരു ആളെന്ന് പറഞ്ഞത് ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വിഷമമായിരുന്നു. പിന്നെ അവധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ക്രിസ്മസ്, ഓണം, പിന്നെ സമ്മർ വെക്കേഷൻ. അപ്പോൾ ആ കാത്തിരിപ്പാണ് സെമിനാരി. ഒരു 2008 തൊട്ടൊരു ഫിലോസഫിയൊക്കെ തീരുന്നത് വരെ ആ ഒരു കാത്തിരിപ്പായിരുന്നു ചേട്ടനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ. പിന്നെ അന്നത്തെ അപ്പായും അമ്മയും അന്ന് തിരിച്ചു വന്നിട്ട് ചേട്ടായി ഇവിടെ സെമിനാരി കൊണ്ട് തിരിച്ചു വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടായി ഒരു വലിയ കാര്യത്തിന് പോയേക്കുന്നത്. അപ്പം നമ്മൾ 3 പേര് മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാൻ കാണത്തുള്ളൂ, ബാക്കിയുള്ളവരും അങ്ങനെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അതെൻ്റെ മനസ്സിലൊരു തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചേട്ടന് വേണ്ടി. കാരണം എൻ്റെ ചേട്ടന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു മാത്രമാണ്. ആ ഒരു കാര്യം മുടങ്ങാതെ, അതായത് പട്ടത്തിൻ്റെ ആ സമയത്ത് വരെയെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അത് തുറന്നുകൊണ്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി വലിയൊരു സമർപ്പണം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. കാരണം അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു ജോലിയുടെ കാര്യം, അതായത്
ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ തൊട്ടടുത്ത വർഷം എനിക്ക് എറണാകുളത്തൊരു കമ്പനി ജോലി കിട്ടി. പക്ഷേ അത് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നാൽ എനിക്ക് രാവിലത്തെ വിശുദ്ധ കുർബാനർപ്പണത്തിന് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനത് അവരോട് ചോദിച്ചു, എനിക്ക് ഷിഫ്റ്റ് മാറ്റിത്തരാമെന്ന് ചോദിച്ചു. പക്ഷേ അത് ഞാനിപ്പോൾ ന്യൂ ജോയിനി ആയതുകൊണ്ട് ആ ഷിഫ്റ്റ് തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ജോലി ഒന്ന് ഞാൻ ഉപേക്ഷിച്ചു, ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അതിപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യേണ്ടത്, ജോലിക്ക് പോകാൻ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്നില്ല. ആ ജോലിക്ക് പോകാത്തതുകൊണ്ട് എനിക്കൊരു കുറവും ഈശോ വരുത്തിയിട്ടില്ല. ഇവിടെ ഈ ഒരു കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ്റെ ജീവിതം, അച്ഛൻ്റെ ഈ ഒരു ദൈവവിളി എന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഷെയറിങ് കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചതിൽ. തീർച്ചയായും നിങ്ങളുടെ ഈ അച്ഛൻ്റെ ഈ മിഷൻ പ്രവർത്തനം അച്ഛനെ ഒരുപാട് നല്ല മിഷനറി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ വരട്ടെ. താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദി. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മോടൊപ്പം ഉള്ളത് ഫാദർ സാബു ഞാറോലിക്കൽ MST സമൂഹാംഗമാണ്. അച്ഛൻ ഭരണങ്ങാനത്തുള്ള MST മൈനർ സെമിനാരിയിലെ റെക്ടർ അച്ഛനാണ്. അച്ഛൻ പൗരത്വം സ്വീകരിച്ചിട്ട് 23 വർഷം പിന്നിട്ടു. എല്ലാറ്റിലുപരിയായിട്ട് അച്ഛന് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു മിഷൻ അനുഭവം തന്നെയുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അച്ഛാ, എന്തായാലും ഒരുപാട് മിഷൻ അനുഭവങ്ങൾ അച്ഛനുണ്ട്. അതിനു മുമ്പായിട്ട് ഈ ഒരു മിഷൻ സമൂഹത്തിലേക്ക് അച്ഛനെ എത്തിച്ചേർത്ത അല്ലെങ്കിൽ എത്തിച്ചേരാനുണ്ടായ ഇൻഫ്ലുവൻസിലായ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഞാൻ കോതമംഗലം രൂപതയിൽ കുണിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അച്ഛനാവണം താല്പര്യം ചെറുപ്പത്തിലോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് എന്നെ സ്വാധീനിച്ചത് നമ്മുടെ വികാരിയച്ചന്മാരുണ്ട്. അതുപോലെ തന്നെ സംഘടനകൾ, മിഷൻ ലീഗ്, സൊഡാലിറ്റി, അതുപോലെ തന്നെ തിരുബാല സഖ്യം, അങ്ങനെയുള്ള സംഘടനകൾ. അതോടൊപ്പം തന്നെ വായന, വിശുദ്ധരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ, അതൊക്കെ എന്നെ ഒരു അച്ഛനാണെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്നേഹസേന, അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ അതുണ്ടോയെന്നറിയില്ല. അതിന് സമാനമായിട്ടുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് പാലക്കാട് എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവുകയുണ്ടായി ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ വീട്ടിൽ ചാച്ചനും അതുപോലെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുവാനും, പിന്നെ പ്രത്യേകിച്ച് ചാച്ചനായിരുന്നു കൂടുതൽ കുർബാനയ്ക്ക് പോകാനായിട്ട് നമ്മളെ എപ്പോഴും നേരത്തെ തന്നെ രാവിലെ 5 മണിക്ക് തന്നെ വിളിച്ചുകൊണ്ടിടത്തി. അപ്പോൾ വീട്ടിൽ പള്ളിയിലെത്താനായിട്ട് അന്ന് കുണിഞ്ഞിലായിരിക്കുമ്പോൾ 4 കിലോമീറ്ററോളം 3.5 കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് വരണമായിരുന്നു. പിന്നീട് പാലക്കാടായിരുന്നപ്പോഴും അതുപോലെ തന്നെ രാവിലെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു MSTയുടെ തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭവനവും എസ്റ്റേറ്റിൻ്റെയും അതിർത്തി ഒന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്നല്ല, എപ്പോഴും തന്നെ ചാച്ചൻ പള്ളിയിൽ പോകാനായിട്ട് നിർബന്ധിച്ചിരുന്നു. MST ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പാലക്കാട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറി പാലക്കാടിന് പോവുകയും അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നത് MSTയുടെ തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വികാരിയച്ഛനാണ് അന്നത്തെ വാരിക്കാട് സെബാസ്റ്റ്യൻ വാരിക്കാട്ടച്ഛൻ. അപ്പോൾ സെമിനാരിൽ ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇങ്ങോട്ട് എൻ്റെ പേര് കൊടുത്തു. വൊക്കേഷൻ ക്യാമ്പിന് വന്നു. അതിനുശേഷം അഡ്മിഷൻ കിട്ടി ചേരുക ചെയ്തത്. ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അതൊക്കെ ദൈവം ഉപയോഗിച്ചു എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, അധികാരികൾ പറഞ്ഞിടത്തെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ദൈവം പ്രവർത്തിക്കുന്നതായിട്ട്, അതിലൂടെ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്നതായിട്ട്, മറ്റുള്ളവർക്ക് അതിലൂടെ നന്മകൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈദിക ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കില്ല, പക്ഷേ സന്തോഷമില്ലാത്ത അവസ്ഥയിൽ കൂടെ
ആയിരിക്കുമ്പോഴാണെങ്കിലും അതിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടെയും മറ്റുള്ളവരിലേക്ക് ദൈവം അതിലൂടെ നന്മകൾ വർഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത മേഖല. അച്ഛൻ നേരത്തെ പറഞ്ഞു ഫാദർ ഇങ്ങനെ കുർബാനയ്ക്ക് ഇത് ചെയ്യായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ അച്ഛനാകാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പോൾ ചാച്ചനിങ്ങനെ തമാശയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. എങ്കിലും പാലക്കാട് സ്ഥലം മേടിച്ചപ്പോൾ അവിടെ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അത് മേടിച്ചു. അതിനുശേഷം ചാച്ചൻ കൊടുത്ത് ആൺപിള്ളേരുണ്ട്, 4 പേരുണ്ട്, അവരെല്ലാവരും അവിടെ ജോലി ചെയ്യുന്ന ഓർത്തത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ അവിടെ ഇവിടെയെല്ലാം പോയി. ഞാൻ സെമിനാരിലും പോയി. പിന്നെ അതുകൊണ്ട് തന്നെ ആ ചാച്ചനുണ്ടായിരുന്ന ആ പ്ലാന് ശരിക്കും അത് പൂർത്തീകരിച്ചില്ല, ഒരു കൃഷിയിടമൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ചാച്ചന് വിഷമമൊന്നുമില്ല, പക്ഷെ സന്തോഷമായിരുന്നു അച്ഛനായതിലും. പിന്നെ എൻ്റെ സഹോദരിമാർ നമ്മുടെ പോയതിലും സന്തോഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചാച്ചന് ആദ്യം ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ദൈവവിശ്വാസത്തിൽ വളർത്തണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ എന്താ പറയുക, ആ സ്പിരിച്വൽ ഫോർമേഷൻ അച്ഛൻ്റെ ഫാദറിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ചാച്ചനാണ് കൂടുതലും അതിനെ ശ്രമിച്ചിട്ടുള്ളത്. അമ്മച്ചി ഇല്ല എന്നല്ല പറയുന്നത്, എങ്കിലും അമ്മച്ചിക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുന്നതോട് മക്കളുടെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും അമ്മ അതിനകത്ത് അധികം അങ്ങനെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു കാര്യത്തിനും. അപ്പോൾ ചാച്ചനാണ് കൂടുതൽ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കണം. ഒരുപാട് സന്തോഷം. അതായത് അച്ഛൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. പ്രത്യേകിച്ച് മറ്റേ മിഷന് പോകാനായിട്ട് അച്ഛന് താല്പര്യം ഇല്ലായിരുന്നെങ്കിലും അതായത് ചില സ്ഥലങ്ങളിൽ അതായത് അധികാരികൾ പറഞ്ഞതിനുള്ള അനുസരണവും ആ കീഴ്വഴക്കത്തെ പ്രതി അച്ഛൻ പോയപ്പോൾ അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെന്ന് പറയുന്ന അനുസരണം ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ ഈ ഒരു സാക്ഷി എന്ന് ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അച്ഛൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്, അതും നമ്മുടെ ഒരുപാട് ഫാമിലീസ് കാണുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുപാട് സന്തോഷകരമായ ഒരു മൊമെൻ്റ് ആയിരുന്നു വെച്ചത്. ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടേക്ക് സെമിനാറിലേക്ക്. അതുപോലെ തന്നെ ഒത്തിരി നന്ദി. താങ്ക് യു.